നമസ്കാരം, പി എസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 17 എന്താണ് LGS മാരത്തോൺ എന്ന് അറിയാൻ സുഹൃത്തുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കേരള PSC, LDC, LGS ലെവൽ പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളും അവ പഠിക്കേണ്ട കുറുക്കു വഴികളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമുക്ക് സമയം കളയേണ്ട LGS മാരത്തോൺ ഡേ 17 ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഹാൻസൻസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുഷ്ഠമാണ്, അല്ലെങ്കിൽ കുഷ്ഠം എന്ന് പറയുന്ന രോഗത്തിന്റെ മറ്റൊരു പേരാണ് ഹാൻസൻസ് ഡിസീസ്. എന്താണ് ഹാൻസൻസ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം? ഏതാണ്? കുഷ്ഠമാണ്. അതുപോലെ കുറച്ച് രോഗങ്ങളുടെ കൂടി പേരുകൾ PSC സ്ഥിരം ചോദിക്കാറുണ്ട്, അതുകൂടി നമുക്ക് പഠിക്കണം. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പ്ലേഗ് ആണ്. എന്നാൽ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്, എന്നാൽ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. വെളുത്ത പ്ലേഗ് എന്നും രോഗങ്ങളുടെ രാജാവ് എന്നും അറിയപ്പെടുന്നത് ക്ഷയമാണ്. വെളുത്ത പ്ലേഗ് എന്നും രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദമാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദമാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലേറിയയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ആരാണ്? മലേറിയയാണ്. ഒന്നുകൂടി പറയുവാണേ, ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്ത എല്ലാ പോയിന്റ്സും 50-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. ഹാൻസൻസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുഷ്ഠമാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. എന്നാൽ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. വെളുത്ത പ്ലേഗ് എന്നും രോഗങ്ങളുടെ രാജാവ് എന്നും അറിയപ്പെടുന്നത് ക്ഷയരോഗമാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദം. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും ചതുപ്പ് രോഗം എന്നും അറിയപ്പെടുന്നത് മലേറിയയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും ചതുപ്പ് രോഗം എന്നും അറിയപ്പെടുന്നത് മലേറിയയാണ്. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം പേവിഷബാധ. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത് എന്താണ്? പേവിഷബാധയാണ്. ഹൈഡ്രോ എന്ന് വെച്ചാൽ ജലവുമായി ബന്ധപ്പെട്ടത്, ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി. അപ്പൊ ജലത്തിനോടുള്ള പേടി എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അത് പേവിഷബാധയാണ്. ജലത്തോടുള്ള പേടി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പേവിഷബാധയാണ്. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ് ആണ്. മറക്കാതെ പഠിക്കുക. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ് ആണ്. സ്ലിം ഡിസീസ് എന്നും അതുപോലെ ഗ്രിഡ് ഡിസീസ് എന്നും അറിയപ്പെടുന്നത് എയ്ഡ്സ് രോഗമാണ്. സ്ലിം ഡിസീസ് എന്നും ഗ്രിഡ് ഡിസീസ് എന്ന പേരിലും അറിയപ്പെടുന്നത് എയ്ഡ്സ് രോഗമാണ്. ഒത്തിരി തവണ PSC റിപ്പീറ്റ് ആയ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. സ്ലിം ഡിസീസ് എന്നും ഗ്രിഡ് ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗം ചോദിച്ചാൽ അത് എയ്ഡ്സ് ആണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഡെങ്കിപ്പനി. ഇപ്പോൾ അങ്ങോട്ട് PSC ചോദിച്ചതേ ഉള്ളേ. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം എന്ന് ചോദിച്ചാൽ അത് ഡെങ്കിപ്പനിയാണ്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഹീമോഫിലിയാണ്. പഠിക്കുക. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നും ബ്ലീഡേഴ്സ് ഡിസീസ് എന്നും അറിയപ്പെടുന്നത് ഹീമോഫിലിയാണ്. ഒന്നുകൂടി പറയുവാണേ, ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം അല്ലെങ്കിൽ ജലത്തിനോടുള്ള ഭയം എന്നറിയപ്പെടുന്ന രോഗം ചോദിച്ചാൽ പേവിഷബാധ. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. സ്ലിം ഡിസീസ് എന്നും ഗ്രിഡ് ഡിസീസ് എന്നും അറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നും ബ്ലീഡേഴ്സ് ഡിസീസ് എന്നും അറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. പഠിച്ചു വെക്കുക. അച്ഛൻ കോവിലാർ ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം പമ്പാ നദിയുടെ പോഷക നദി. അച്ഛൻ കോവിലാർ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയുടെ പോഷക നദിയാണ്. പമ്പാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളെല്ലാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അച്ഛൻ കോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുത, മണിമലയാറ്. ഇതിൽ മണിമലയാറ് നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. ബാക്കി എല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നുകൂടി പറയുവാണേ, പമ്പാ നദിയുടെ പ്രധാന പോഷക നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാറ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി വിഷമിക്കേണ്ട, നമ്മളൊരു ഈസി കോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഈസി കോഡാണ്. പാമ്പായ അച്ഛൻ അഴുക്ക കല്ലു കക്കി എന്നങ്ങ് പഠിക്കുക. പാമ്പായ അച്ഛൻ അഴുക്ക കല്ലു കക്കി എന്നങ്ങ് പഠിച്ചു വെക്കുക. പമ്പാ നദിയുടെ എല്ലാ പ്രധാനപ്പെട്ട പോഷക നദികളും ഇതിനകത്തുണ്ട്. പാമ്പായ അച്ഛൻ അഴുക്ക കല്ലു കക്കി എന്നങ്ങ് പഠിക്കുക. പാമ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാ നദി. പാമ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാ നദി. അച്ഛൻ എന്ന് പറഞ്ഞു
കഴിഞ്ഞാൽ അച്ഛൻ കോവിലാറ്, അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കോവിലാറ്. അഴുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുതയാറ്, അഴുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുതയാറ്. കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാറ്, കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാറ്. കക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കിയാറ്, കക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കിയാറ്. ഒന്നുകൂടി പറയുവാണേ, പാമ്പായ അച്ഛൻ അഴുക്ക കല്ലു കക്കി എന്നാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അതിൽ പാമ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാ നദി, അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കോവിലാറ്, അഴുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുതാ നദി, കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാറ്, കക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കിയാറ്. ഇവന്മാരെല്ലാം ആരുടെയാണ്? പമ്പാ നദിയുടെ പോഷക നദികളാണ്. പഠിച്ചു വെക്കുക. കലിംഗ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. കലിംഗ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയിൽ ആദ്യമായി എയർലി വാർണിംഗ് ഡിസമിനേഷൻ സിസ്റ്റം കൊണ്ടുവന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. ഇന്ത്യയിൽ ആദ്യമായി എയർലി വാർണിംഗ് ഡിസമിനേഷൻ സിസ്റ്റം കൊണ്ടുവന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകമുള്ള സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകമുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിൻ നൽകുന്നതിനായി ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ഒത്തിരി തവണ ചോദിച്ചുള്ള ചോദ്യമാണ്. വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിൻ വിതരണം ചെയ്യുന്നതിനായിട്ടുള്ള ഖുഷി പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഒന്നുകൂടി പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. കലിംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ സംസ്ഥാനം, അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള കലിംഗ യുദ്ധം നടന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി എയർലി വാർണിംഗ് ഡിസമിനേഷൻ സിസ്റ്റം കൊണ്ടുവന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയാണ്. അതായത് പെട്ടെന്ന് ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ഭൂകമ്പമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ എയർലി വാർണിംഗ് ഡിസമിനേഷൻ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷയാണ്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിൻ നൽകുന്നതിനായി ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഒഡീഷ സംസ്ഥാനം. പഠിച്ചു വെക്കുക. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷ സംസ്ഥാനമാണ്. പ്രാവിനെ തപാൽ സംവിധാനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന സംസ്ഥാനം ഒഡീഷ സംസ്ഥാനം. മറക്കരുത്, പ്രാവിനെ തപാൽ സംവിധാനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷ സംസ്ഥാനം. കന്നുകാലികൾക്കായി രക്തബാങ്ക് നിലവിൽ വരുന്ന ആദ്യത്തെ സംസ്ഥാനം ഒഡീഷ സംസ്ഥാനം. കന്നുകാലികൾക്കായിട്ട് രക്തബാങ്ക് നിലവിൽ വരുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷ സംസ്ഥാനം. വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്. വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. വ്യവസായശാലകളിലെ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി സ്റ്റാർ റേറ്റിംഗ് പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. വ്യവസായശാലകളിൽ നിന്നും മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി സ്റ്റാർ റേറ്റിംഗ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ സംസ്ഥാനം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇ പേയ്മെന്റ് സംവിധാനം വഴി നൽകിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷയാണ്. പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇ പേയ്മെന്റ് സംവിധാനങ്ങൾ വഴി നൽകിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. സ്വന്തമായി ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. പഠിച്ചു വെക്കണേ. സ്വന്തമായി ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. ഒന്നുകൂടി പറയാം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഒഡീഷ. പ്രാവിനെ തപാൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സംസ്ഥാനം ഒഡീഷ. കന്നുകാലികൾക്കായി രക്തബാങ്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. വൈദ്യുതി പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. വ്യാവസായിക ശാലകളിലെ മാലിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി സ്റ്റാർ റേറ്റിംഗ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇ പേയ്മെന്റ് സംവിധാനം വഴി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷ. സ്വന്തമായി ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഇത്രയും സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ സുഹൃത്തുക്കളെ? അത് വേമ്പനാട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായൽ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ തടാകം എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട് കായൽ. പഠിച്ചു വെച്ചോളണേ. വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകള്. പുന്നമടക്കായൽ എന്നും കൊച്ചി കായൽ എന്നും വീരൻപുഴ എന്നും കൈതപ്പുഴ എന്ന പേര്
പേരിലും അറിയപ്പെടുന്ന കായൽ എന്ന് ചോദിച്ചാൽ അത് വേമ്പനാട് കായൽ. ഈ ഭാഗത്ത് നിന്ന് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. പുന്നമടക്കായൽ എന്നും കൊച്ചി കായൽ എന്നും വീരൻ പുഴയെന്നും കൈതപ്പുഴക്കായൽ എന്നും അറിയപ്പെടുന്നത് ആരാണ്? വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകളാണ് പാതിരാമണൽ, പള്ളിപ്പുറം, പെരുമ്പള്ളം, വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി. പഠിച്ചു വെക്കുക. വേമ്പനാട് കായലിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? പാതിരാമണല്, പള്ളിപ്പുറം, പെരുമ്പള്ളം, വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി. ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണെന്ന് ഓർത്തു വെക്കുക സുഹൃത്തുക്കൾ. ഇതിൽ പാതിരാമണലും അതുപോലെ തന്നെ വൈപ്പിനും വല്ലാർപാടവും കടമക്കുടിയും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. തണ്ണീർമുക്കം ബണ്ട് 1974 നിർമ്മിച്ചതും തോട്ടപ്പള്ളി സ്പിൽവേ 1955 സ്ഥാപിച്ചതും വേമ്പനാട് കായലിലാണ്. പഠിക്കുക. തണ്ണീർമുക്കം ബണ്ട് 1974 സ്ഥാപിച്ചതും തോട്ടപ്പള്ളി സ്പിൽവേ 1955 സ്ഥാപിച്ചതും വേമ്പനാട് കായലിലാണ്. പഠിക്കുക. രണ്ടിന്റെയും വർഷം വ്യക്തമായിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കളെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തണ്ണീർമുക്കം ബണ്ട് 1974 നിർമ്മിച്ചു. തോട്ടപ്പള്ളി സ്പിൽവേ 1955 നിർമ്മിച്ചു. ഏത് കായലിലാണ് സുഹൃത്തുക്കളെ? വേമ്പനാട് കായലില്. ഒന്നുകൂടി പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായൽ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ കായലെന്നും ഇന്ത്യയിൽ ഏറ്റവും വലിയ കായലെന്നും ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ തടാകവും എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട് കായലാണ്. പുന്നമടക്കായലെന്നും കൊച്ചി കായലെന്നും വീരൻ പുഴയെന്നും കൈതപ്പുഴക്കായൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ്. പാതിരാമണൽ, പള്ളിപ്പുറം, പെരുമ്പള്ളം, വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി തുടങ്ങിയ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ്. 1974 തണ്ണീർമുക്കം ബണ്ടും 1955 തോട്ടപ്പള്ളി സ്പിൽവേയും സ്ഥാപിച്ചിരിക്കുന്ന കായൽ എന്ന് ചോദിച്ചാൽ അത് വേമ്പനാട് കായലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം 1857 മെയ് മാസം 10-ാം തീയതി. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം 1857 മെയ് മാസം 10-ാം തീയതി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്ന്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് സുഹൃത്തുക്കളെ? മീററ്റിൽ നിന്നാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ സംഭവം അരങ്ങേറിയ പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാരക്പൂർ, പശ്ചിമ ബംഗാളാണ്. പഠിച്ചു വെച്ചോളണം. ഇത് രണ്ടും രണ്ടാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ മീററ്റിലാണ്. എന്നാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനായുള്ള കാരണം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ബാരക്പൂർ, പശ്ചിമ ബംഗാൾ. ഇത് രണ്ടും PSC സെപ്പറേറ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി പറയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മീററ്റ്. അത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. എന്നാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണമായ സംഭവം അരങ്ങേറിയ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാരക്പൂർ, പശ്ചിമ ബംഗാള്. 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്രയായിരുന്നു ചപ്പാത്തിയും ചുവന്ന താമരയും. 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്തായിരുന്നു? ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവത്തെയാണ് ചപ്പാത്തി സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹിയാണ്. മറന്നു പോവരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ്. വിപ്ലവകാരികൾ ആദ്യമായി പിടിച്ചെടുത്ത പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഉത്തർപ്രദേശ് ആണ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് തോമസ് ജോൺ ബാർക്കർ ആണ്. ഒരുപാട് തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചതാണ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്തമായ ചിത്രം വരച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് തോമസ് ജോൺ ബാർക്കർ ആണ്. ആരാണ്? തോമസ് ജോൺ ബാർക്കർ ആണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം 1857 മെയ് മാസം 10-ാം തീയതി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നും. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ സംഭവം അരങ്ങേറിയ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാരക്പൂർ, പശ്ചിമ ബംഗാളാണ്. 1857 വിപ്ലവത്തിൽ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ അത് ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ 1857 വിപ്ലവമാണ്. വിപ്ലവകാരികൾ ആദ്യമായി പിടിച്ചെടുത്ത പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയാണ്. വിപ്ലവകാരികൾ ആദ്യമായി പിടിച്ചെടുത്ത പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്തമായ ചിത്രം വരച്ചതായിരുന്നു ചോദിച്ചാൽ അത് തോമസ് ജോൺ ബാർക്കർ ആണ്. ആരാണ് സുഹൃത്തുക്കളെ? തോമസ് ജോൺ ബാർക്കർ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൽ പാണ്ഡെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാ സുഹൃത്തുക്കളെ? മംഗൽ പാണ്ഡെയാണ്. മംഗൽ പാണ്ഡെ വധിച്ചു എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ അത് അഡ്ജൂട്ടന്റ് ബോഗാണ്. അദ്ദേഹത്തിന്റെ പേര് അഡ്ജൂട്ടന്റ് ബോഗ് എന്നാണ്. സത്യത്തിൽ PSCയുടെ ഉത്തര സൂചികയിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ കേട്ടോ, അല്ലാതെ അഡ്ജൂട്ടന്റ് ബോഗിനെ വധിച്ചിട്ടില്ല. അതിനുശേഷം അഡ്ജൂട്ടന്റ് ബോഗ് മംഗൽ പാണ്ഡെക്കെതിരെ ചെന്നിട്ട് കോടതിയിൽ തെളിവൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ അത് ഓർത്തു വെച്ചിരുന്നാൽ നമ്മുടെ PSCയുടെ ഉത്തര സൂചിക പ്രകാരം മംഗൽ പാണ്ഡെ വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഡ്ജൂട്ടന്റ് ബോഗാണ്. മംഗൽ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച രണ്ടാമത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ. ഇവർ രണ്ടുപേരുടെ പേരും PSC ഉത്തര സൂചികയിൽ നൽകിയിട്ടുണ്ട്. മംഗൽ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച രണ്ടാമത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഹ്യൂസൺ ആണ്. മറക്കരുത്, ആരാണ്? ജെയിംസ് ഹ്യൂസൺ ആണ്. ഒന്നുകൂടി പറയാം, മംഗൽ പാണ്ഡെ വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് PSCയുടെ ഉത്തര സൂചികയിൽ കിടക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് അഡ്ജൂട്ടന്റ് ബോഗാണ്. മംഗൽ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച രണ്ടാമത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഹ്യൂസൺ ആണ്. മംഗൽ പാണ്ഡെക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ ജമീന്ദാർ ഈശ്വരി പ്രസാദ് ആണ്. മംഗൽ പാണ്ഡെക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനെ എന്ന് ചോദിച്ചാൽ അത് ജമീന്ദാർ ഈശ്വരി പ്രസാദ് ആണ്. മംഗൽ പാണ്ഡെ തൂക്കിലേറ്റപ്പെട്ട വർഷം 1857 ഏപ്രിൽ മാസം 8-ാം തീയതി പഠിക്കുക. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1857 ഏപ്രിൽ മാസം 8-ാം തീയതി. ഒന്നുകൂടി പറയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൽ പാണ്ഡെയാണ്. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റായി ചോദിച്ച ചോദ്യം. മംഗൽ പാണ്ഡെ വധിച്ചു എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ PSCയുടെ ഉത്തര സൂചിക പ്രകാരം അഡ്ജൂട്ടന്റ് ബോഗാണ്. മംഗൽ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച രണ്ടാമത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഹ്യൂസൺ ആണ്. മംഗൽ പാണ്ഡെക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ ജമീന്ദാർ ഈശ്വരി പ്രസാദ് ആണ്. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ മാസം 8-ാം തീയതി. പീച്ചി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശൂർ ജില്ല. പീച്ചി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശൂർ ജില്ല. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, പീച്ചി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. ഇനി തൃശൂർ ജില്ലയിലെ പ്രധാന അണക്കെട്ടുകൾ നമ്മളങ്ങ് പഠിക്കാൻ പോവുകയാണ്. പെരിങ്ങൽകുത്ത് അണക്കെട്ട്, ഷോളയാർ അണക്കെട്ട്, ചിമ്മിനി അണക്കെട്ട്, വാഴാനി അണക്കെട്ട്, പൂമാല അണക്കെട്ട്, പീച്ചി അണക്കെട്ട്. തൃശൂർ ജില്ലയിലെ പ്രധാന അണക്കെട്ടുകൾ എന്ന് പറയുവാണ് പെരിങ്ങൽകുത്ത് അണക്കെട്ട്, ഷോളയാർ അണക്കെട്ട്, ചിമ്മിനി അണക്കെട്ട്, പീച്ചി, വാഴാനി അണക്കെട്ട്, പൂമാല അണക്കെട്ട്. ഒന്നുകൂടി പറയാം, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പെരിങ്ങൽകുത്ത് അണക്കെട്ട്, ഷോളയാർ അണക്കെട്ട്, ചിമ്മിനി അണക്കെട്ട്, വാഴാനി അണക്കെട്ട്, പൂമാല അണക്കെട്ട്, പീച്ചി അണക്കെട്ട്. ഇത്രയുമാണ് തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള അണക്കെട്ടുകൾ എല്ലാം ഇതിനകത്തുണ്ട്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്ക് ഈസി ആയിട്ടൊരു കോഡ് അങ്ങ് പഠിക്കാം. കോഡ് ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കണേ സുഹൃത്തുക്കളെ. തൃശൂർ PSC വാഴപ്പൂ പിച്ചി എന്നങ്ങ് പഠിക്കുക. തൃശൂർ PSC വാഴപ്പൂ പിച്ചി എന്നങ്ങ് പഠിക്കുക. ഇതിൽ PSCയുടെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെരിങ്ങൽകുത്ത് അണക്കെട്ട്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോളയാർ അണക്കെട്ട്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്മിനി അണക്കെട്ട്. ഒന്നുകൂടി പറയാം, PSCയുടെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെരിങ്ങൽകുത്ത് അണക്കെട്ട്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോളയാർ അണക്കെട്ട്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്മിനി അണക്കെട്ട്, വാഴ എന്ന് പറഞ്ഞാൽ വാഴാനി അണക്കെട്ട്, പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമാല അണക്കെട്ട്, പിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീച്ചി അണക്കെട്ട്. ഒന്നുകൂടി കോഡ് പറയുവാണേ, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. തൃശൂർ PSC വാഴപ്പൂ പിച്ചി എന്നങ്ങ് പഠിക്കുക. ഇതിൽ PSCയുടെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിങ്ങൽകുത്ത് അണക്കെട്ട്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോളയാർ അണക്കെട്ട്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്മിനി അണക്കെട്ട്, വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴാനി അണക്കെട്ട്, പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമാല അണക്കെട്ട്, പിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീച്ചി അണക്കെട്ട്. കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ സുഹൃത്തുക്കളെ? അനിമോമീറ്റർ ആണ്. കാറ്റിന്റെ വേഗത അളക്കുന്നത് അനിയാണെന്ന് പഠിക്കുക. കാറ്റിന്റെ വേഗത അളക്കുന്നത് ആരാണ്? അനിയാണ്, മറക്കരുത്. കാറ്റിന്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിന്. കാറ്റിന്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചാൽ അതാണ് വിൻഡ് വെയിന്. കാറ്റിന്റെ ദിശ അളക്കാനുള്ള ഉപകരണം ചോദിച്ചാൽ അതിനകത്ത് തന്നെ ആരുണ്ട്? കാറ്റുണ്ട്. വിൻഡ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? അതിൽ
തന്നെ കാറ്റുണ്ട്, വിൻഡ് വെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അതിനകത്ത് വിൻഡ് വെയിൻ PSC ഒരുപാട് തവണ ഉത്തര സൂചികയെ നൽകിയിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അത് അനിമോമീറ്റർ ആണ്. ആരാണ്? അനിമോമീറ്റർ. അപ്പൊ കാറ്റിന്റെ വേഗത അളക്കുന്നത് ആരാണ്? അനിയാണെന്നങ്ങ് പഠിച്ചു വെക്കുക. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഗ്രോമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ബാരോമീറ്റർ ഉപയോഗിക്കുന്നു. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ആരാണ്? ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം ബാരലിനകത്ത് ഇരിക്കുന്നു എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അന്തരീക്ഷ മർദ്ദം ബാരലിനകത്ത് ഇരിക്കുന്നു എന്നങ്ങ് പഠിക്കുക. ഉയർന്ന ഊഷ്മാവ് അളക്കാൻ പൈറോമീറ്റർ. ഉയർന്ന ഊഷ്മാവ് അളക്കണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൈറോമീറ്റർ. താപം അളക്കാൻ ഉപയോഗിക്കുന്നത് കലോറിമീറ്റർ. ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. താപം എന്ന് പറയുന്നത് ഒരു ഊർജമാണ്. താപം എന്ന് പറയുന്ന ഒരു ഊർജമാണ്. അതുകൊണ്ട് അത് കലോറിമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ അളക്കുന്നത്. അല്ലാതെ നമ്മൾ തെർമോമീറ്റർ ഉപയോഗിച്ചല്ല. ഓപ്ഷനകത്ത് തെർമോമീറ്റർ കാണും. സുഹൃത്തുക്കൾ ഒരു കാരണവശാലും ആൻസർ കൊടുക്കരുത്. താപം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ കലോറിമീറ്ററും, തെർമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ താപനില അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഏത്? തെർമോമീറ്റർ. ഒരു വസ്തുവിന്റെ താപനില അളക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. താപമാണ് അളക്കുന്നെങ്കിൽ അത് കലോറിമീറ്റർ ആണ്. മറക്കാതെ പഠിക്കുക. ഒന്നുകൂടി പറയുവാണ്. കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അനിമോമീറ്റർ. കാറ്റിന്റെ ദിശ കണ്ടെത്താനാണെങ്കിൽ അതിനെ വിൻഡ് വെയിൻ ഉപയോഗിക്കുന്നു. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് ബാരോമീറ്റർ. ഉയർന്ന ഊഷ്മാവ് അളക്കുന്നത് പൈറോമീറ്റർ. താപം അളക്കുന്നത് കലോറിമീറ്റർ. പഠിക്കുക. താപം അളക്കുന്നത് കലോറിമീറ്റർ ആണ്. ചെടികളുടെ വളർച്ച അളക്കുന്നത് എങ്ങനെയാണ്? ക്രെസ്ക്രോഗ്രാഫ് വഴിയാണ് ചെടികളുടെ വളർച്ച അളക്കുന്നത്. ക്രെസ്ക്രോഗ്രാഫ്. ഭൂചലനം രേഖപ്പെടുത്തുന്നത് സിസ്മോഗ്രാഫ്. ഭൂചലനം രേഖപ്പെടുത്തുന്നത് സിസ്മോഗ്രാഫ്. ഭൂചലനം രേഖപ്പെടുത്തുന്നത് എന്താണ്? സിസ്മോഗ്രാഫ്. വൈദ്യുത പ്രവാഹം അളക്കുന്നത് അമീറ്റർ. വൈദ്യുത പ്രവാഹം അളക്കുന്നത് ആരാണ്? അമീറ്റർ ആണ്. ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ്. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപം കൊടുത്ത പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. കഴിഞ്ഞ എക്സാമുകൾ കൂടെ PSC ചോദിച്ചതേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോണേ. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപം കൊടുത്ത പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എന്ന് പറയുന്നത്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നിലവിൽ വന്നത് 2005-ലാണ്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നിലവിൽ വന്ന വർഷം 2005-ലാണ്. 108 ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയത് ദേശീയ ആരോഗ്യ മിഷന്റെ കീഴിലാണ്. പഠിച്ചു വെച്ചോളനെ. 108 ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയത് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ കീഴിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചത് കേരളത്തിലാണ്. പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ദേശീയ ആരോഗ്യ ഗ്രാമീണ പദ്ധതിയുടെ ഭാഗമായി ഓരോ വില്ലേജിലും നിയമിക്കപ്പെട്ട അംഗീകൃത സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ അറിയപ്പെടുന്ന പേരാണ് ആശാ പ്രവർത്തകർ. മറക്കരുത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ദേശീയ ആരോഗ്യ ഗ്രാമീണ പദ്ധതിയുടെ ഭാഗമായി ഓരോ വില്ലേജിലും നിയമിക്കപ്പെട്ട അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ അറിയപ്പെടുന്ന പേരാണ് ആശാ പ്രവർത്തകർ. ആശ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. എന്താണ് ആശ എന്ന് പറയുന്ന പ്രവർത്തകർ അല്ലെങ്കിൽ ആശ എന്ന് പറയുന്ന വാക്കിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. പഠിച്ചു വെച്ചോളണം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് ആശ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. കേരളത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്നത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഒന്നുകൂടി പറയുവാണ്. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപം കൊടുത്ത പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ പദ്ധതി. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നിലവിൽ വന്നത് 2005-ലാണ്. 108 ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയത് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ കീഴിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചു കേരളമാണ്. ദേശീയ ആരോഗ്യ ഗ്രാമീണ പദ്ധതിയുടെ ഭാഗമായി ഓരോ വില്ലേജിലെയും നിയമിക്കപ്പെട്ട അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ അറിയപ്പെടുന്ന പേരാണ് ആശാ പ്രവർത്തകർ. ആശാ പ്രവർത്തകരുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഈ ഭാഗം വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക.
ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്താ സുഹൃത്തുക്കളെ? കവരത്തിയാണ്. ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ 10 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിനെയും മിനിക്കോയ് ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 10 ഡിഗ്രി ചാനലാണ് ചോദിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം 8 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ചോദിച്ചാൽ അത് 8 ഡിഗ്രി ചാനലാണ്. മലയാളം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷദ്വീപാണ്. പഠിക്കുക, മലയാളം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷദ്വീപാണ്. മലയാളം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ സുഹൃത്തുക്കളെ? ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് ഭരണം നടത്തിയിരുന്ന രാജവംശം ചോദിച്ചു കഴിഞ്ഞാൽ അറക്കൽ രാജവംശം. ലക്ഷദ്വീപിന്റെ ഭരണം നടത്തിയിരുന്ന രാജവംശം ആരെങ്കിൽ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് അറക്കൽ രാജവംശമാണ്. അറക്കൽ രാജവംശത്തിലെ രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരാണ് ആലി രാജാക്കന്മാർ. എന്താണ്? ആലി രാജാക്കന്മാരും രാജ്ഞിമാരെ വിളിച്ചിരുന്ന പേരാണ് അറക്കൽ ബീവിമാർ. ഇതിന്റെ കൂടെ അങ്ങ് പഠിച്ചു വെച്ചേക്കാ സുഹൃത്തുക്കളെ. ലക്ഷദ്വീപിന്റെ ഭരണം നടത്തിയിരുന്ന നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ രാജവംശമായിരുന്നു അറക്കൽ രാജവംശം. അറക്കൽ രാജവംശത്തിലെ രാജാക്കന്മാര് ആലി രാജാക്കന്മാരെന്നും അറക്കൽ രാജവംശത്തിലെ രാജ്ഞിമാര് അറക്കൽ ബീവിമാര് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ ഭാഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള ഹൈക്കോടതിയുടെ ഭാഗമാണ്. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ അത് കേരള ഹൈക്കോടതിയുടെ ഭാഗമാണ്. ഒന്നുകൂടി പറയുവാണ്, ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് കവരത്തി. ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപുകളും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ചോദിച്ചാൽ അത് 10 ഡിഗ്രി ചാനലാണ്, 10 ഡിഗ്രി ചാനലാണ്. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ചോദിച്ചാൽ അത് 8 ഡിഗ്രി ചാനലാണ്. മലയാളം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിന്റെ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികൾ ആരെന്ന് ചോദിച്ചാൽ അത് അറക്കൽ രാജവംശമാണ്. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ ഭാഗമെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഭാഗമാണ് ലക്ഷദ്വീപ്. എത്ര ദ്വീപ സമൂഹങ്ങൾ ചേർന്നതാണ് ലക്ഷദ്വീപ് എന്ന് ചോദിച്ചാൽ അത് 36 ദ്വീപുകൾ. പഠിക്കുക, എത്ര ദ്വീപ സമൂഹങ്ങളുടെ കൂട്ടമാണ് ലക്ഷദ്വീപ് എന്ന് ചോദിച്ചാൽ അത് 36 ദ്വീപുകളുടെ കൂട്ടമാണ്. കാക്കകളില്ലാത്ത ദ്വീപ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിനിക്കോയ്. മറക്കല്ലേ, കാക്കകളില്ലാത്ത ദ്വീപ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് മിനിക്കോയ് ദ്വീപാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. പഠിക്കുക, 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് ആന്ത്രോത്തും. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് ബിത്രയുമാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാ സുഹൃത്തുക്കളെ? ബിത്രയുമാണ്. ഒന്നുകൂടി പറയുവാണ്, എത്ര ദ്വീപുകളുടെ സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 36. കാക്കകളില്ലാത്ത ദ്വീപ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ അത് മിനിക്കോയ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് ബിത്രയാണ്. ഇത്രയും സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് തന്നെ ഈ ഭാഗങ്ങൾ സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയുമായിരുന്നു നമ്മൾ LGS മാരത്തോൺ ഡേ 17 നോക്കിയത്. ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് തന്നെ ഈ ഭാഗം പഠിക്കുവാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.